ഊട്ടി ടൗണിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ കാണാം. ഉദകമണ്ഡലം എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഊട്ടിയുടെ യഥാർത്ഥ പേര് ഉദകമണ്ഡലം എന്നാണ്. ഊട്ടിയിലെ ടോയ് ട്രെയിനാണ് ഈ വരുന്നത്. കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്കാണ് ഈ ട്രെയിൻ. സീസൺ സമയങ്ങളിൽ 5 സർവീസുകൾ വരെ ഉണ്ടാകാറുണ്ട്. ഇതുകൂടാതെ മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്കും ഒരു ട്രെയിൻ ഉണ്ട്. അതിനൊക്കെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ഒരു ട്രെയിനിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കൽക്കരി ട്രെയിനിൻ്റെ മാതൃകയാണിത്. മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള ട്രെയിൻ ഈ ഒരു ട്രെയിനാണ്. അത് കൂനൂരെത്തുമ്പോൾ അതിൻ്റെ എൻജിൻ മാറ്റി ഘടിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള ചെറിയൊരു സ്റ്റേഷനാണിത്. ഇനി ടൗണിലെ കാഴ്ചകൾ നോക്കാം. ഊട്ടിയിൽ ഏറ്റവും തിരക്കുള്ള ഒരു ഭാഗം കൂടിയാണിത്. ഇവിടെയാണ് ഊട്ടിയിലെ ഏറ്റവും വലിയ ഗാർഡനായ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഇവിടെ ഒരുപാട് ചോക്ലേറ്റ് ഷോപ്പുകളെല്ലാം നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാം. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ. ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റംസ് ആണ് ക്യാരറ്റ്. ഒരു കെട്ട് ക്യാരറ്റിന് 40 രൂപയാണ്. ഇത് ഇങ്ങനെ ആളുകൾ വാങ്ങി കഴിക്കുന്നതും കാണാം. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരാൾക്ക് 100 രൂപയാണ് ഇങ്ങോട്ടുള്ള ടിക്കറ്റ്. ഇവിടെയൊക്കെ ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഐറ്റംസുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എപ്പോഴും നല്ല തിരക്കുമാണ്. ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ. എല്ലാം നല്ല ആവി പാറുന്ന തരത്തിലുള്ളവ. ഈ ഒരു ഷോപ്പിൽ ഒരുപാട് തരത്തിലുള്ള ചായപ്പൊടികളാണ്. ഇവിടെ ചോക്ലേറ്റുകളാണ്. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റുകൾ ഇവിടെ കാണാം. കുതിര സവാരിയെല്ലാം നടത്തുന്നവർക്കായിട്ട് കുതിരകളും ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ടിബറ്റൻ മാർക്കറ്റിലേക്കാണ്. ഇവിടെ കൂടുതലും വിൻ്റർ ഐറ്റംസുകളാണ്. ജാക്കറ്റുകളും സ്വെറ്ററുമെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ സെയിൽ ചെയ്യുന്നതും ടിബറ്റിൽ നിന്നുള്ളവരാണ്. ഊട്ടിയിൽ വരാൻ ഏറ്റവും നല്ല സമയം മാർച്ച് ഏപ്രിലാണ്.
ഈ മാസങ്ങളിൽ കൂടുതൽ തണുപ്പൊന്നും ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ സീസൺ ആയതുകൊണ്ട് തന്നെ റൂമുകൾക്കെല്ലാം നല്ല റേറ്റുമായിരിക്കും ഇവിടെ. ഇത് ഇവിടുത്തെ സിനിമാ തിയേറ്ററാണ്. ദൂരെയായിട്ട് മലമുകളിൽ പെട്ടികൾ അടുക്കി വെച്ചതുപോലെ വീടുകൾ കാണാം. നല്ല ഭംഗി തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു തന്നെയായിട്ടാണ് ബസ് സ്റ്റാൻഡും. ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. വീതി കുറഞ്ഞ റോഡുകളും റോട്ടിൽ എപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഇവിടെ എപ്പോഴും തിരക്കും ബ്ലോക്കുമായിരിക്കും. ഇനി ഇവിടുത്തെ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. കയറി ചെല്ലുന്ന ഭാഗത്തൊക്കെ ചിക്കനും ഉണക്കമീനുമെല്ലാമാണ്. ഈ മാർക്കറ്റിലും പച്ചക്കറികൾ ഉണ്ടെങ്കിലും ഈ റോഡിൻ്റെ മറുഭാഗത്താണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ഇതൊരു മത്സ്യക്കടയാണ്. ഇവിടെ കടൽ മത്സ്യങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. പഴുത്ത ചക്കയാണ് ഈ ഗ്ലാസ്സിലിട്ട് വച്ചിരിക്കുന്നത്. ഇതാണ് ഊട്ടിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്, UMC മാർക്കറ്റ്. ഇവിടെ ഫ്രൂട്ട്സും പച്ചക്കറികളുമെല്ലാമായിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ഈ ഭാഗത്തെല്ലാം തേങ്ങയാണ് കൂടുതലും. 3 എണ്ണം 100, 4 എണ്ണം 100 അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില. ഏതൊരു ഭാഗത്ത് പോയാലും പൂക്കൾ നമുക്ക് ധാരാളമായിട്ട് കാണാം. ഇത് ശർക്കരയാണ്, ഒരുപാട് തരത്തിലുള്ള ശർക്കരയാണ്. ഇവിടെയൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ. മാലകളും ബൊക്കകളും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെയുള്ള ഒരുവിധം കടകളിലൊക്കെ ചക്കകൾ കാണാം. ചെറിയ ചക്കകളാണ് എല്ലാ സ്ഥലത്തും. ഈ ഒരു കടയിലെ മുഖ്യ ഐറ്റം മാവിലയും വാഴയിലയും ഒക്കെയാണ്. ഇവിടെ 5 തരത്തിലുള്ള ബീൻസ് നമുക്ക് കാണാം.
മാർക്കറ്റിലുള്ള ഒരു ചായക്കടയാണിത്. അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് തന്നെയാണിത്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഈ ഒരു ഭാഗത്ത് ടോയ്സുകളും ഫാൻസി ഐറ്റംസുകളും ഒക്കെയാണ്. ഇവിടുത്തെ റോഡിലൊക്കെ എപ്പോഴും തിരക്ക് തന്നെയാണ്. ഈ ഭാഗത്ത് കൂടുതലും ബ്ലാങ്കറ്റുകളെല്ലാം വിൽക്കുന്ന ഷോപ്പുകളാണ്. വെറൈറ്റി ആയിട്ടുള്ള ബ്ലാങ്കറ്റുകൾ ഇവിടെയുണ്ട്. ടൗണിൽ തന്നെയുള്ള ചെറിയൊരു പാർക്കാണിത്. റോട്ടിൽ കണ്ട മറ്റൊരു കാഴ്ചയാണിത്. എന്തോ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണിത്. അങ്ങനെ ഊട്ടി ടൗണിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ആണ് നമ്മൾ കണ്ടത്. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും